കൊച്ചി നഗരത്തിന്റെ വികസനത്തെക്കുറിച്ചും അത് കാരണം കുടിയൊഴിക്കപ്പെടുന്ന അനേകം മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും കഥ പറയുന്ന റോയ് പനിക്കുളത്തിന്റെ ബുക്കാണ് ഏകാംഗിയുടെ സങ്കീർത്തനം. കൊച്ചി നഗരത്തിന്റെ വികസനത്തിന്റെ പ്ലാനുമായി എത്തുന്ന ജോമോൻ തന്റെ പഴയകാല കൊച്ചി ജീവിതത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നതാണ് കഥ. നമ്മൾ ഇന്ന് എത്ര സൗകര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്, എന്നാൽ നമ്മൾ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ? ഇല്ല. പെട്ടെന്നൊരു ദിവസം നമുക്കും തെരുവിൽ ജീവിക്കേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? തെരുവിൽ ജീവിക്കുന്ന അനേകം മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ കഥ റോയ് പനിക്കുളം സമർപ്പിച്ചിരിക്കുന്നത്. ഒറ്റപ്പെടലിന്റെ വേദനയും വിശപ്പിന്റെ പ്രാധാന്യവും നമുക്ക് ഈ ബുക്കിൽ തെളിഞ്ഞു കാട്ടുന്നുണ്ട്. കൊച്ചിയിലെ ദുർഗന്ധം പിടിച്ച തെരുവോരങ്ങളിൽ നിന്ന് ഒരു പട്ടിക്ക് സമാനമായി ജീവിച്ചിട്ട് അവൻ കൊച്ചിയിലെ സൗന്ദര്യവൽക്കരണത്തിന്റെ പ്രധാന ഭാഗമായി മാറി. പാർക്കിൽ കടല വിറ്റും ബൂന്തികൾ വിറ്റും അവൻ അനേകം നല്ല മനുഷ്യരുടെ സഹായത്താൽ ഇന്ന് ഉന്നത നിലയിലേക്ക് എത്തി. അവൻ കടല വിറ്റ് നടന്ന പാർക്ക്, അത് നമ്മുടെ കൊച്ചിയിലെ സ്വന്തം സുഭാഷ് പാർക്കാണ്. നമ്മളിൽ പലരും ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ തളർന്നു പോകാറുണ്ട്, പ്രതീക്ഷകൾ കൈവിടാറുണ്ട്. എന്നാൽ കഷ്ടപ്പെട്ടാൽ എന്തും നേടിയെടുക്കാൻ പറ്റും എന്ന് നമുക്ക് ഈ ബുക്കിൽ തുറന്നു കാട്ടുന്നുണ്ട്.